ബംഗാളിൽ മമതാ ബാനർജി സർക്കാരിന് തിരിച്ചടി 2016 സ്റ്റേറ്റ് സർവീസ് കമ്മീഷൻ നിയമനം കൽക്കട്ട ഹൈക്കോടതി അസാധുവാക്കി. 9 മുതൽ 12 വരെയുള്ള എല്ലാ നിയമനങ്ങളിലും ക്രമക്കേട് കണ്ടെത്തിയ കോടതി സി-ഡി ഗ്രൂപ്പുകളും അസാധുവായി പ്രഖ്യാപിച്ചു. അടുത്ത 15 ദിവസത്തിനകം പുതിയ നിയമനങ്ങളിൽ നടപടിയെടുക്കാൻ കോടതി സർക്കാരിന് നിർദ്ദേശം നൽകി. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായുണ്ട്. ബൽറാം, എന്താണ് വിശദാംശങ്ങൾ? ഗോപികൃഷ്ണൻ, പശ്ചിമ ബംഗാളിലെ മമതാ ബാനർജി സർക്കാരിന് കടുത്ത തിരിച്ചടിയാകുന്ന തരത്തിലുള്ള ഒരു ഉത്തരവാണ് കൽക്കട്ട ഹൈക്കോടതിയിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. 2016 സ്കൂൾ റിക്രൂട്ട്മെന്റ് അഴിമതിയുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിലാണ് കോടതിയുടെ ഈ ഉത്തരവ് പുറത്തു വന്നിരിക്കുന്നത്. ഈ കേസിൽ നിരവധി തൃണമൂൽ നേതാക്കൾ പ്രതികളായിരുന്നു. തൃണമൂലിന്റെ മന്ത്രിമാർ, മുൻ വിദ്യാഭ്യാസ മന്ത്രി മകളും അടക്കം ഇത്തരത്തിൽ അനധികൃതമായി ജോലി നൽകി എന്നും വൻതോതിൽ ക്രമക്കേട് ഈ നിയമനത്തിൽ ഉണ്ടായി എന്നുമുള്ള ആരോപണങ്ങൾ ഉയർന്നിരുന്നു. തുടർന്നാണ് ഇക്കാര്യത്തിൽ CBI അന്വേഷണം നടക്കുന്നതും പിന്നീട് മന്ത്രി രാജിവെക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നതും അടക്കം അഭിഷേക് ബാനർജിയുടെ പേര് ഉൾപ്പെടെ ഉയർന്നു വന്ന ഒരു അഴിമതി ആരോപണമാണ് 2016 സ്കൂൾ റിക്രൂട്ട്മെന്റ് അഴിമതി. ഈ കേസിലാണ് ഈ നിയമനം മുഴുവനായും അസാധുവായി കൽക്കട്ട ഹൈക്കോടതി പ്രഖ്യാപിച്ചിരിക്കുന്നത്. 9 മുതൽ 12 വരെയുള്ള എല്ലാ നിയമനങ്ങളിലും ക്രമക്കേടുണ്ട് എന്നാണ് ഹൈക്കോടതി കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ നിയമനങ്ങൾ എല്ലാം തന്നെ കോടതി റദ്ദാക്കിയിരിക്കുന്നു. 15 ദിവസത്തിനകം തന്നെ പുതിയ നിയമനങ്ങൾ സംബന്ധിച്ചുള്ള നടപടികൾ എടുക്കാനുള്ള നിർദ്ദേശമാണ് സർക്കാരിന് കൽക്കട്ട ഹൈക്കോടതി നൽകിയിരിക്കുന്നത്. അതേസമയം അർബുദ രോഗിയായ സോമദാസ് എന്ന വ്യക്തി ഇതുമായി ബന്ധപ്പെട്ട് സമർപ്പിച്ച ഹർജി പരിഗണിച്ചുകൊണ്ട് അവരുടെ ജോലിക്ക് സംരക്ഷണം കൂടി നൽകിയിരിക്കുകയാണ് കൽക്കട്ട ഹൈക്കോടതി. ഗോപികൃഷ്ണൻ. ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്.